भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധ അഥ അഷ്ടസപ്തതിതമോऽധ്യായ. ശ്രീശുക ഉവാച. ശിശുപാലസ്യ ശാല്വസ്യ പൗണ്ഡ്രകസ്യാപി ദുർമതി പരലോകഗതാനാം ച കുർവൻ പാരോക്ഷ്യ സൗഹൃദം. ഏകപദാദി സംക്രുദ്ധോ ഗദാപാണി പ്രകമ്പയൻ പദ്ഭ്യാമിമാം മഹാരാജ മഹാസത്വോ വ്യദൃശ്യത. തം തഥായാന്തമാലോക്യ ഗദാമാദായ സത്വര അവപ്ലുത്യരഥാൽ കൃഷ്ണ സിന്ധും വേലേവ പ്രത്യധാൽ. ഗദാമുദ്യമ്യ കാരുഷോ മുകുന്ദം പ്രാഹ ദുർമദ. ദിഷ്ട്യാ ദിഷ്ട്യാ ഭവാനദ്യ മമ ദൃഷ്ടിപഥം ഗതാ. ത്വം മാതുലേയോ ന കൃഷ്ണ മിത്രധും മാം ജിഘാസസി. അതസ്ത്വാം ഗദയാ മന്ദ ഹനിഷ്യേ വജ്രകൽപ്പയാ. തർഹ്യാ നൃണ്യമുപൈമ്യജ്ഞ മിത്രാണാം മിത്രവത്സല. ബന്ധുരൂപമരിം ഹത്വാ വ്യാധിം ദേഹചരം യഥാ. ഏവം രുക്ഷൈസ്തുതൻ വാക്യൈ കൃഷ്ണം തോത്രൈരിവദ്യുപം. ഗദയാ താടയൻ മൂർധ്നി സിംഹവദ് വ്യനദച്ചസ. ഗദയാഭിഹതോപ്യാജൗ ന ചചാലയദുദ്വഹ. കൃഷ്ണോപി തമഹൻ ഗുർവ്യാ കൗമോദക്യാസ്തനാന്തരേ. ഗദാനിർഭിന്ന ഹൃദയ ഉദ്വമൻ രുധിരം മുഖാത്. പ്രസാര്യ കേശബാഹുഘ്രീൻ ധരണ്യാം ന്യപതൽവ്യസു. തത സൂക്ഷ്മതരം ജ്യോതി കൃഷ്ണമാവിശദദ്ഭുതം. പശ്യതാം സർവഭൂതാനാം യഥാ ചൈദ്യവധേ നൃപ. വിദൂരധസ്തു തദ്ഭ്രാതാ ഭ്രാതൃശ്ലോകപരിപ്ലുത. ആഗച്ഛദസി ചർമ്മഭ്യാമുച്ഛ്വസംസ്തജ്ജിഘാംസയാ. തസ്യ ചാപതത കൃഷ്ണശ്ചക്രേണ ക്ഷുരനേമിനാ. ശിരോജഹാര രാജേന്ദ്ര സകിരീടം സകുണ്ഡലം. ഏവം സൗഭം ച ശാല്വം ച ദന്തവക്ത്രം സഹാനുജം. ഹത്വാ ദുർവിഷഹാനന്യൈരീഡിത സുരമാനവൈ. മുനിഭിः സിദ്ധഗന്ധർവൈ വിദ്യാധരമഹോരഗൈ. അപ്സരോഭിः പിതൃഗണൈർയക്ഷൈ കിന്നരചാരണൈ. ഉപഗീയമാന വിജയകുസുമൈരഭിവർഷിത. വൃതശ്ച വൃഷ്ണിപ്രവരൈർവിവേശാലങ്കൃതാം പുരീം. ഏവം യോഗേശ്വര കൃഷ്ണോ ഭഗവാൻ ജഗദീശ്വര. ഈയത്തെ പശുദൃഷ്ടീനാം നിർജിതോ ജയതീതി സ. ശ്രുത്വാ യുദ്ധോദ്യമം രാമ കുരൂണാം സഹ പാണ്ഡവൈ. തീർത്ഥാഭിഷേകവ്യാജേന മധ്യസ്ഥ പ്രയയൗ കില. സ്നാത്വാ പ്രഭാസേ സന്ദർപ്യ ദേവർഷി പിതൃമാനവാൻ. സരസ്വതിം പ്രതിസ്രോതം
യയൗ ബ്രാഹ്മണ സംവൃത പ്രധൂതകം ബിന്ദുസരസ്തൃതകൂപം സുദർശനം വിശാലം ബ്രഹ്മതീർത്ഥം ച ചക്രം പ്രാചീം സരസ്വതിം യമുനാമനുയാന്യേവ ഗംഗാമനു ച ഭാരത ജഗാമ നൈമിഷം യത്ര ഋഷയാ സത്രമാസത്തെ തമാഗതമഭിപ്രേത്യ മുനയോ ദീർഘസത്രിണ അഭിനന്ദ്യധാന്യായം പ്രണമ്യോദ്ധായ ചാർച്ചയൻ സോർച്ചിത സപരീവാര കൃതാസന പരിഗ്രഹ രോമഹർഷണമാസീനം മഹർഷേ ശിക്ഷ്യമൈക്ഷത അപ്രത്യുദ്ധായിനം സൂതമകൃതപ്രഹ്വണാഞ്ജലിം അധ്യാസീനം ച താൻ വിപ്രാംശ്ചുകോപോദ്വീക്ഷ്യ മാധവ യസ്മാദസാ വിമാൻ വിപ്രാനധ്യാസ്തേ പ്രതിലോമജ ധർമ്മപാലാംസ്തഥൈവാസ്മാൻ വധമർഹതി ദുർമതി ഋഷേർഭഗവതോ ഭൂത്വാ ശിഷ്യോധീത്യ ബഹൂനി ച സേതിഹാസപുരാണാനി ധർമ്മശാസ്ത്രാണി സർവശ അദാന്തസ്യ വിനീതസ്യ വൃഥാ പണ്ഡിതമാനിന ന ഗുണായ ഭവന്തി സ്മ നടസ്യേവാജിതാത്മന ഏതദർത്ഥോ ഹി ലോകേസ്മിന്നവതാരോ മയാ കൃത വധ്യാമേ ധർമ്മധ്വജിനസ്തേ ഹി പാതകിനോധികാ ഏതാവദുക്ത്വാ ഭഗവാൻ നിവൃത്തോ സദ്വധാദപി ഭാവിത്വാൽത്തം കുശാഗ്രേണ കരസ്ഥേനാഹനൽ പ്രഭു ഹാ ഹേതി വാദിനഃ സർവേ മുനയഃ ഖിന്നമാനസാ ഊചു സംഘർഷണം ദേവമധർമ്മസ്തേ കൃതപ്രഭോ അസ്യ ബ്രഹ്മാസനം ദത്തമസ്മാഭിര്യദു നന്ദന ആയുശ്ചാത്മാക്ലമം താവൽ യാവൽ സത്രം സമാപ്യത്തെ അജാനതൈവാചരിതസ്ത്വയാ ബ്രഹ്മവധോ യഥാ യോഗേശ്വരസ്യ ഭവതോ നാംനായോപി നിയാമക യദ്യേതൽ ബ്രഹ്മഹത്യായ പാവനം ലോകപാവന ചരിഷ്യതി ഭവാൻ ലോകസംഗ്രഹോനന്യചോദിത ശ്രീഭഗവാനുവാച കരിഷ്യേ വധനിർവേഷം ലോകാനുഗ്രഹകാമ്യയാ നിയമപ്രഥമേ കൽപ്പേ യാവാൻ സതു വിധീയതാം ദീർഘമായുർബതൈതസ്യ സത്വമിന്ദ്രിയമേവ ച ആശാസിതം യത്തൽ ബ്രൂത സാധയേ യോഗമായയാ ഋഷയ ഊചു അസ്ത്രസ്യ തവ വീര്യസ്യ മൃത്യോരസ്മാകമേവ ച യഥാ ഭവേദ്വചഃ സത്യം തഥാ രാമ വിധീയതാം ശ്രീഭഗവാനുവാച ആത്മാ വൈ പുത്ര ഉൽപ്പന്ന ഇതി വേദാനുശാസനം തസ്മാദസ്യ ഭവേദ്വക്ത ആയുരിന്ദ്രിയസത്വവാൻ കിം വഃ കാമോ മുനിശ്രേഷ്ഠ ബ്രൂതാഹം കരവാണ്യഥാ അജാനതസ്ത്വപചിതിം യഥാ മേ ചിന്ത്യതാം ബുധാ ഋഷയ ഊചു ഇല്വലസ്യ സുതോ ഘോരോ ബല്വലോ നാമ ദാനവ സദൂഷയതി ന സത്രമേത്യ പർവണി പർവണി തം പാപം ജഹിതാശാർഹ തന്ന ശുശ്രൂഷണം പരം പൂയശോണിത വിൺമൂത്ര സുരാമാംസാഭിവർഷിണം തതശ്ച ഭാരതം വർഷം പരീത്യ സുസമാഹിത ചരിത്വാ ദ്വാദശമാസാം തീർത്ഥസ്നായി വിശുദ്ധ്യസേ ശ്രീഹരേ നമ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ബലദേവചരിതേ ബല്വലവധോപക്രമോ നാമ അഷ്ടസപ്തതിതമോऽധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ തീർത്ഥം ചക്രേ നൃപോനം യദജനിയദുഷു സ്വത്സരിൽപാദശൗചം വിദ്യുത് സ്നിഗ്ധാസ്വരൂപം യയുരജിതപരാശ്രീര്യദർത്ഥേന്യയത്ന യന്നാമാമംഗളഘ്നം
ശ്രുതമധഗദിതം യൽകൃതോ ഗോത്രധർമ്മ കൃഷ്ണസ്യൈതന്ന ചിത്രം ക്ഷിതിഭരഹരണം കാലചക്രായുധസ്യ. ശ്രീഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ് ഭാഗവതം അറിയാൻ അലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ 78-ാമത്തെ അധ്യായം നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചു. ഭാഗവതം അറിയാൻ അലിയാൻ എന്ന അക്ഷരപൂജയുടെ 687-ാമത്തെ ദിവസമാണ് ഇന്ന്. ഭഗവാന്റെ അനൽപമായ കാരുണ്യം കൊണ്ട് 78-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ ചില ശ്ലോകങ്ങളാണ് നമ്മൾ ഇപ്പോൾ വിചാരം ചെയ്യുന്നത്. ദന്തവക്ത്രൻ ഭഗവാന് നേരെ പാഞ്ഞെടുത്തു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്നലെ സമർപ്പിച്ചത്. ഇവിടെ ആ ദന്തവക്ത്രൻ്റെ വരവാണ് ആദ്യത്തെ 2 ശ്ലോകങ്ങളിലൂടെ പറഞ്ഞത്. ശ്രീശുക ബ്രഹ്മർഷി ശിശുപാലസ്യ ശാല്വസ്യ പൗണ്ഡ്രകസ്യാപി ദുർമതി പരലോകഗതാനാം ച കുറുവൻ പാരോക്ഷ്യ സൗഹൃദം. പരലോകഗതാനാം ശിശുപാലസ്യ ശാല്വസ്യ പൗണ്ഡ്രകസ്യ പാരോക്ഷ്യ സൗഹൃദം കുറുവൻ ദുർമതീഹി. പരലോകത്തെ പ്രാപിച്ച പരലോകഗതാനാം ശിശുപാലൻ, അതേപോലെ ശാല്വൻ, പൗണ്ഡ്രകൻ, ഇവരോടുള്ള ആ പരോക്ഷമായിരിക്കുന്ന സ്നേഹകൃത്യം, സൗഹൃദം, അത് കാണിക്കാൻ വേണ്ടി അത് ചെയ്യുന്നവനായി ദുർമതി, ദുഷ്ടബുദ്ധിയോടുകൂടി, ദുഷിച്ച മതിയോടുകൂടിയവനായി, ഏകഹ, ഒറ്റയ്ക്ക്, സഹായം ആരുമില്ലാതെ, പദാതി, കാൽനടയായി, ഏകപദാതി സംക്രുദ്ധോ ഗദാപാണി പ്രകമ്പയൻ പദ്യാമിമാം മഹാരാജ മഹാസത്വോ വ്യദൃശ്യത എന്നാണ്. കാൽനടയായി സഞ്ചരിക്കുന്ന, ആരോരും ഒപ്പമില്ലാതെ ഒറ്റയ്ക്ക്, ക്രുദ്ധനായി, ഗദാപാണി, കയ്യിൽ ഗദ പിടിച്ചും കൊണ്ട്, മഹാസത്വ, വലിയ ദേഹത്തോടു കൂടിയ ഒരാള്, പദ്ഭ്യാം ഇമാം പ്രകമ്പയൻ, തൻ്റെ പാദങ്ങൾ കൊണ്ട് ഈ ഭൂമിയെ വിറപ്പിച്ചും കൊണ്ട്, പ്രകമ്പിച്ചും കൊണ്ട്, മഹാരാജ അല്ലയോ പരീക്ഷിത്തെ വ്യദൃശ്യത കാണപ്പെട്ടു എന്നാണ്. ഭഗവാൻ ആ ദന്തവക്ത്രനെ കാണുന്നത് എങ്ങനെയാണ് പറയുകയാണ്. ആരും സഹായമില്ലാതെ ഒറ്റയ്ക്ക് ഭൂമി കുലുക്കി ഗദ കയ്യിൽ പിടിച്ച് ക്രോധാവേശിതനായി വരുന്ന ഒരാളെ സാക്ഷാൽ ഭഗവാൻ കണ്ടു എന്നാണ്. അതാരാണ്? ദന്തവക്ത്രനാണ്. കഴിഞ്ഞ അധ്യായത്തിൻ്റെ അവസാനത്തിൽ ദന്തവക്ത്രൻ വളരെ ദേഷ്യത്തോടുകൂടി ഭഗവാന്റെ നേർക്ക് വന്നു എന്ന് പറയുന്നുണ്ട്. അവിടെ രുഷാ ദന്തവക്ത്ര അഭ്യഗാൽ എന്നാണ്. അപ്പം ദന്തവക്ത്രനാണ് ഈ വരുന്നത്. തം തഥായാന്തമാലോക്യ ഗദാമാദായ സത്വര അവപ്ലുത്യരഥാൽ കൃഷ്ണ സിന്ധും വേലേവ പ്രത്യധാൽ. ഇവിടെ തഥാ ആയാന്തം തം ആലോക്യ, അങ്ങനെ വരുന്ന അവനെ കണ്ടിട്ട്, ഗദാം ആദായ, തൻ്റെ ഗദയെടുത്ത് കൗമോദകി എടുത്തും കൊണ്ട്, സത്വരഹ, ത്വരയോടുകൂടിയവനായി, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഭഗവാൻ കൃഷ്ണ രഥാത് അവപ്ലുത്യ, രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങി, വേല സിന്ധും ഇവ, വേല എന്ന് പറഞ്ഞ കര, സിന്ധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രം, കര സമുദ്രത്തെ എന്നതുപോലെ പ്രതിരോധിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ദന്തവക്ത്രൻ ഒറ്റയ്ക്കാണ് വരുന്നത്, നടന്നാണ് വരുന്നത്. ഭഗവാൻ രഥത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് രഥത്തിലിരുന്നു കൊണ്ട് ഒരു നടന്നു വരുന്ന ഒരാളെ, രഥമില്ലാത്തൊരാളുമായിട്ട് യുദ്ധം ചെയ്യാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് തേരിലിരുന്ന് യുദ്ധം ചെയ്യുന്നത് ശരിയല്ലാത്തത് കൊണ്ട് ഭഗവാൻ രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങി ആ ഗദയെടുത്തും കൊണ്ട് അവനോട് യുദ്ധം ചെയ്യാൻ പുറപ്പെടുന്നു. സമുദ്രത്തെ കര എന്നതുപോലെ തടഞ്ഞു നിർത്തി. ഗദാമുദ്യമ്യ കാരൂഷോ മുകുന്ദം പ്രാഹ ദുർമദ ദിഷ്ട്യാ ദിഷ്ട്യാ ഭവാനദ്യ മമ ദൃഷ്ടിപഥം ഗത. പറയാണ് ദുർമദ,
ആ ദുഷിച്ച മതത്തോടു കൂടിയ കാരൂഷൻ ഗദാം ഉദ്യമ്യ, ഗദ ഉയർത്തിയിട്ട് അദ്യ ഭവാൻ മമ ദൃഷ്ടിപഥം ഗതഃ, ഇപ്പോൾ നീയ എൻ്റെ ദൃഷ്ടിപഥത്തിലേക്ക് വന്നിരിക്കുന്നു. ദിഷ്ടിയ അതിഭദ്രം എന്ന് മുകുന്ദം കൃഷ്ണനോട് പറഞ്ഞു എന്നാണ്. ദന്തവക്ത്രൻ ഗദ ഉയർത്തിപ്പിടിച്ചും കൊണ്ട് നിന്ദാരൂപത്തിൽ പറയുകയാണ്, നിന്നെ ഇപ്പം കണ്ടത് വളരെ നന്നായി, എൻ്റെ ഭാഗ്യം എന്ന് പറയുന്നു. ശിശുപാലൻ പറഞ്ഞതുപോലെ തന്നെ ഇവനും ഈ ദന്തവക്ത്രനും സത്യത്തിൽ എന്താ പറയണത്, സ്തുതിക്കുകയാണെന്നാണ് സജ്ജനങ്ങളുടെ ആ താല്പര്യം. മുകുന്ദൻ എന്ന് പറഞ്ഞാൽ മുക്തിം ദദാതി ഇതി മുകുന്ദ, മുക്തിയെ നൽകുന്നവൻ. ദുർമദൻ എന്ന് പറഞ്ഞാലോ ദുഷിച്ച മതത്തോടു കൂടിയവൻ. അപ്പോൾ മൂന്നാമത്തെ ജന്മത്തിൽ മുക്തി നൽകാനായി മനുഷ്യലോകത്തിൽ അവതരിച്ചു ശ്രീകൃഷ്ണൻ. അങ്ങനെയുള്ള അങ്ങയെ കണ്ടത് വളരെ സന്തോഷമായി എന്ന് അവിടെ പറയുന്നു. അപ്പോൾ ഇവിടെ നശിച്ച മതത്തോടു കൂടിയവൻ എന്ന് പറഞ്ഞാൽ മതം നശിച്ചവൻ എന്നുള്ളൊരർത്ഥവും വരും. അപ്പം അങ്ങനെയെങ്കിൽ ദന്തവക്ത്രൻ സ്തുതിക്കുകയാണ് ചെയ്തത് എന്ന് സജ്ജനങ്ങൾ പറയുന്നു. ശിശുപാലൻ രാജസൂയ യാഗവേദിയിൽ ചെയ്തതുപോലെ നിന്ദാസ്തുതി എന്നാണ് ഇതിനെ പറയണത്. അടുത്ത വരിയിൽ എന്താ പറഞ്ഞത്, കൃഷ്ണ ത്വം മാതുലേയോ നാ, അല്ലയോ കൃഷ്ണ നീയ് ഞങ്ങളുടെ മാതുലേയൻ, അമ്മാമൻ്റെ മകനാണ്. മിത്രധുങ്, ആ മിത്രങ്ങളെ ഇല്ലാതെയാക്കുന്നവനാണ്. മാം ജിഘാംസി, എന്നെ കൊല്ലാനായിട്ട് നീ വിചാരിക്കണു. അതുകൊണ്ട് ഹേ മന്ദ വജ്രകൽപ്പയ, വജ്രത്തിന് തുല്യമായ ഗദ കൊണ്ട് ത്വാം ഹനിഷ്യെ, നിന്നെ ഞാൻ കൊല്ലുന്നുണ്ട്. നീ ഞങ്ങളുടെ ബന്ധുവാണ്, മാമൻ്റെ മകനാണ്. മിത്രങ്ങളായ ശിശുപാലാദികളെ കൊന്ന് എന്നെയും കൊല്ലാനായിട്ട് ഭാവിക്കണു. പക്ഷേ വജ്രം പോലെ കഠിനമായ ഗത കൊണ്ട് ഞാൻ നിന്നെ അടിക്കാൻ പോവുകയാണ് എന്നാണ് സാമാന്യമായിട്ടുള്ള അർത്ഥം. പക്ഷേ ഇവിടെ സ്തുതിയുടെ രൂപത്തിലാവുമ്പോഴോ, കൃഷ്ണ നീ എൻ്റെ പരമമായ ബന്ധുവാണ്. നമുക്കെന്നും ബന്ധുവായിട്ടുള്ളത് ഈശ്വരനാണ്. ശിശുപാലന് മുക്തി നൽകി, എനിക്കും മുക്തി തരാനായിട്ട് നീ വിചാരിക്കുന്നു. അതിനൊരു കാരണം ഉണ്ടാവണ്ടേ. അതിനുവേണ്ടി ഈ അവജ്രതുല്യമായ, അങ്ങക്ക് വാസ്തവത്തിൽ ഉൽപ്പലമാല പോലെയുള്ള ഈ ഗദ, ഉൽപ്പലമാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമരമാല. അപ്പോൾ ഇവിടെ ഹനിഷ്യെ വജ്രകൽപ്പയ എന്ന്, ഹനിഷ്യെ വജ്രകൽപ്പയ എന്ന് വിട്ടു പറയുമ്പോൾ ഒരർത്ഥം, ഹനിഷ്യെ വജ്രകൽപ്പയ എന്ന് പറയുമ്പോൾ അവജ്രകൽപ്പയ എന്നായി. അങ്ങനെ ഒരു താഡനം ഞാൻ ചെയ്യുമ്പോൾ അത് നിനക്ക് സഹിക്കാൻ സാധിക്കും, അങ്ങനെ സഹിക്കണേ എന്ന് പ്രാർത്ഥന. നിന്നെ ഞാൻ അടിച്ചാലേ നിനക്ക് തിരിച്ച് എന്നെ അടിക്കാൻ സാധിക്കുള്ളൂ. നീ ധർമാനുസാരിയായിട്ട് പ്രവർത്തിക്കുന്നവനാണ്, അതുകൊണ്ട് നിന്നെ അടിക്കണു, നീ തിരിച്ച് എന്നെ അടിക്കണു, എനിക്ക് മുക്തി ലഭിക്കുകയും ചെയ്യണം. താർഹ്യാനൃണ്യമുപൈമ്യജ്ഞ മിത്രാണാം മിത്രവത്സല ബന്ധുരൂപമരിം ഹത്വാ വ്യാധിം ദേഹചരം യഥാ തർഹി മിത്രവത്സല അഹം. അങ്ങനെ മിത്രങ്ങളിൽ താല്പര്യമുള്ള ഞാൻ ബന്ധുരൂപം, ബന്ധുവിൻ്റെ ഭാവത്തിൽ ഇരിക്കുന്ന ശത്രുവിനെ, അരിം ദേഹചരം വ്യാധിം യഥ, ദേഹത്തിൽ വ്യാപിച്ച ഒരു അസുഖം എന്നതുപോലെ കൊന്നിട്ട് ഹേ മൂഢ അജ്ഞ മിത്രാണാം ആനൃണ്യാം, ബന്ധുക്കളുടെ കടം തീർക്കുക എന്നതിലേക്ക് ഉപൈമി, ഞാൻ എത്തിച്ചേരും. ഇവിടെ ഇതേപോലെ പ്രഹ്ലാദൻ്റെ മുമ്പിൽ ഹിരണ്യകശിപു പറയുന്നുണ്ട്, ശരീരത്തിൽ ഏതെങ്കിലും ഒരു അംഗത്തിന് അസുഖം വന്നു കഴിഞ്ഞാൽ ആ ഭാഗം മുറിച്ചു കളയണം, പിന്നെയോ അതിന് ശേഷം സുഖം ജീവതി, പിന്നീടുള്ള കാലം സുഖമായിട്ടിരിക്കണം. ഏകദേശം അതേ രീതിയിൽ തന്നെയാണ് ശരീരത്തിൽ ബാധിച്ചിരിക്കുന്ന രോഗത്തെ എന്നതുപോലെ നിന്നെ നശിപ്പിക്കും. എൻ്റെ ബന്ധുവാണ് നീ, പക്ഷേ നീ എൻ്റെ ബന്ധുക്കളുടെ നേരെ നീ കാണിച്ച ആ പ്രവൃത്തിക്ക് തക്ക പ്രതിവിധി ഞാനിതാ ചെയ്യാണ്. അത് നിന്ദയാണ്. എന്നാൽ സ്തുതിയുടെ രൂപത്തിലോ, ഇവിടെ ദേഹത്തിൽ സർവത്ര വ്യാപിച്ചിരിക്കുന്നവൻ, ഇങ്ങനെ അജ്ഞൻ
ഏതൊരുത്തനേക്കാൾ മീതെ അറിവുള്ളവൻ ആരുമില്ലെങ്കിൽ അവൻ അജ്ഞൻ, സർവജ്ഞൻ, അല്ലേ? അങ്ങനെ പറയാറുണ്ട്. വ്യാധി എന്ന് പറഞ്ഞാൽ മനസ്സിൽ ആധീയത്തെ ധരിക്കപ്പെടുന്നു. അങ്ങനെയുള്ള ഭഗവാൻ വ്യാധി വിശേഷേണ മനസ്സിൽ ആധീയത്തെ ധരിക്കപ്പെടുന്നു. അതുകൊണ്ട് ഭഗവാൻ വ്യാധിരൂപൻ, സർവന്തര്യാമി. അപ്പം എൻ്റെ ഗത കൊണ്ട് ഒരടി അങ്ങ് സഹിച്ചാൽ എനിക്ക് മഹാബലം സിദ്ധിക്കും. അതുകൊണ്ട് ഗദായുദ്ധം കൊണ്ട് ഞാൻ അങ്ങയെ ആരാധിക്കുകയാണ് ചെയ്യണത് എന്നാണ് സ്തുതിയുടെ അർത്ഥം. ഈ ദേഹത്തിൽ വ്യാപിച്ച അവിടുന്ന് എൻ്റെ ബന്ധുവാണ്. ബ്രഹ്മശാപം കൊണ്ട് ഞാനിപ്പോൾ ശത്രുവിൻ്റെ രൂപത്തിൽ നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ. സനകാദി യോഗീശ്വരന്മാരുടെ ശാപം എനിക്ക് ഏറ്റു. അതുകൊണ്ട് ഞാനൊരു പുതുരൂപം സ്വീകരിച്ചു. അവസാനം ഈ ദ്വേഷഭക്തി കൊണ്ട് തന്നെ, ഈ ഗദാപ്രഹരം കൊണ്ട് തന്നെ ഞാൻ നിന്നെ ആരാധിക്കും. അങ്ങനെ അങ്ങയുടെ പാദത്തിലേക്ക് എത്തും. എന്നെ അങ്ങ് ഹിംസിച്ചാൽ എനിക്ക് മുമ്പത്തെ പോലെ അങ്ങയുടെ ദാസ്യം കിട്ടും. അതിനുവേണ്ടി അനുഗ്രഹിക്കണേ. എൻ്റെ ഒരടി അങ്ങ് സ്വീകരിക്കണേ. എനിക്കിതേ സാധിക്കുള്ളൂ. എൻ്റെ ഈ വേഷം കെട്ടിൻ്റെ പ്രത്യേകത കൊണ്ട്. അങ്ങനെയാണ് അല്ലേ? കഥാപാത്രങ്ങളായി വേഷം കിട്ടുമ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കണം. അത് അയാളുടെ യഥാർത്ഥ സ്വഭാവമല്ല, മറിച്ച് മറ്റുള്ളവർക്ക് തോന്നും. ഇതേപോലെ ദന്തവക്രം പറയുകയാണ്, എൻ്റെ ഒരു അടി സ്വീകരിക്കാൻ അവിടുന്ന് തയ്യാറാവണേ എന്ന് സ്തുത്യർത്ഥം. പിന്നെ പറഞ്ഞു, ഏവം രൂക്ഷേ സ്തുതൻ വാക്യൈ കൃഷ്ണം തോത്രൈരിവദ്വിപം ഗദയാ താടയൻ മൂർധ്നി സിംഹവ്യനദച്ചസ. ഏവം രൂക്ഷൈ വാക്യൈ, ഇങ്ങനെ കഠിനമായ വാക്യങ്ങൾ കൊണ്ട്, തോത്രൈ ദ്വിപം ഇവ, തോട്ടികൊണ്ട് ആനയെ എന്നതുപോലെ, കൃഷ്ണനെ തുതൻ വേദനിപ്പിക്കുന്നവനായി, സ ആ ദന്തവക്രൻ, ഗദയാ മൂർധ്നി അതാടയൽ, ആ ഗദ ഉപയോഗിച്ച് ഭഗവാന്റെ മൂർധാവിൽ ആഞ്ഞ് അടിച്ചു. സിംഹവൽ വ്യനതൽ ച, സിംഹത്തെ പോലെ അട്ടഹസിക്കുകയും ചെയ്തു. ദന്തവക്രൻ തോട്ടി കൊണ്ട് ആനയെ നിയന്ത്രിക്കുന്നത് പോലെ ഭഗവാനെ അടിച്ചു. അതേപോലെ തന്നെ അതിഗംഭീരമായി അലറി വിളിക്കുകയും ചെയ്തു. സിംഹത്തെ പോലെ അട്ടഹസിച്ചു. ഗദയാഭിഹതോപ്യാജൗ ന ചചാലയദുദ്വഹ കൃഷ്ണോപി തമഹൻ ഗുരുവ്യാ കൗമോദക്യാസ്തനാന്തരേ. ആജൗ, ആജിയിൽ, ആ യുദ്ധത്തിൽ, ഗദയാ അഭിഹത യദുദ്വഹ, ഗദ കൊണ്ട് അടിക്കപ്പെട്ടുവെങ്കിലും ആ യാദവ ശ്രേഷ്ഠനായിരിക്കുന്ന ശ്രീകൃഷ്ണൻ ന ചചാല, അനങ്ങിയതയില്ല എന്നാണ്. കൃഷ്ണനോ തിരിച്ച്, കൃഷ്ണ അപീതം ഗുരുവ്യ, അവനെ ആ ഗുരുവിയായിരിക്കുന്ന കൗമോദകി എന്ന ഗദ കൊണ്ട് സ്തനാന്തരെ അഹൻ, പ്രദ്യുമ്നൻ്റെ മാറിടത്തിലടിച്ചു ശാല്യൻ. അതേപോലെ ഭഗവാൻ ഗദ കൊണ്ട് ദന്തവക്രൻ്റെ മാറിടത്തിൽ ആഞ്ഞടിച്ചു. കൗമോദകി എന്ന തൻ്റെ മഹത്വമേറിയ ആ ഗദ കൊണ്ടാണ് ശ്രീകൃഷ്ണൻ ദന്തവക്രനെ മാറിടത്തിൽ ആഞ്ഞ് അടിച്ചത്. ഗദാ നിർഭിന്ന ഹൃദയ ഉദ്വമൻ രുധിരം മുഖാൽ പ്രസാര്യ കേശബാഹുഅംഘ്രീൻ ധരണ്യാം ന്യപതൽ വ്യസു. ഗദാ നിർഭിന്ന ഹൃദയ, ഗദ കൊണ്ടുള്ള അടിയേറ്റ് തകർന്ന മാറിടത്തോടു കൂടിയവനായി, ഹൃദയത്തോടു കൂടിയവനായി, മുഖാദ് രുധിരം ഉദ്വമൻ, മുഖത്ത് നിന്ന് ആ രക്തം ഛർദിക്കുന്നവനായി, വ്യസുഹു, വിഗതങ്ങളായ അസുക്കളോടുകൂടി, അസു പറഞ്ഞ പ്രാണൻ, ആ അവൻ കേശബാഹു അംഘ്രീൻ, തലമുടി, കൈകള്, കാലുകൾ ഇവയൊക്കെ ഇങ്ങനെ പരത്തി, ധരണ്യാം ന്യപതൽ, ആ ഭൂമിയിലേക്ക് മറിഞ്ഞ് വീണു. ഭഗവാന്റെ അടിയേറ്റ്, കൗമോദകി എന്ന ആ ഭഗവാന്റെ ഗദ കൊണ്ടുള്ള അടിയേറ്റ് അവൻ മരിച്ചു വീണു എന്നാണ്. ശിശുപാലന് ചക്രായുധം കൊണ്ടാണെങ്കിൽ ഇവിടെ ഗദ കൊണ്ടാണ് ദന്തവക്രന് ഭഗവാൻ മോക്ഷം കൊടുക്കുന്നത്. പരീക്ഷത്തെ തഥ സൂക്ഷ്മതരം ജ്യോതി കൃഷ്ണമാവിശദദ്ഭുതം പശ്യതാം സർവഭൂതാനാം യഥാ ചൈദ്യവധേ നൃപ. അല്ലയോ പരീക്ഷത്തെ, ഹേ നൃപ, തഥാ ചൈദ്യവധേ യഥാ, ചൈദ്യനെ, ശിശുപാലനെ കൊന്നപ്പോൾ ഉണ്ടായതുപോലെ തന്നെ
സർവഭൂതാനാം പശ്യതാം, സകല ആളുകളും നോക്കി നിൽക്കെ, സൂക്ഷ്മതരം അതിസൂക്ഷ്മമായിരിക്കുന്ന അത്ഭുതകരമായിരിക്കുന്ന ഒരു തേജസ് ജ്യോതി കൃഷ്ണം ആവിശൽ, ശ്രീകൃഷ്ണനിലേക്ക് ലയിച്ചു ചേർന്നു എന്ന് പറയുന്നു. ആ ഭാഗത്തോടുകൂടി 10ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ സമർപ്പിക്കുകയാണ്. ദന്തവക്ത്രനെ നിഗ്രഹിച്ച ആ രംഗത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ അനുജനായി വിദൂരഥനൊക്കെ യുദ്ധത്തിന് വരുന്ന രംഗങ്ങളൊക്കെയാണ് നമുക്ക് നാളെ അനുസ്മരിക്കാനുള്ളത്. ഇപ്പോൾ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരേ നമ. ഞങ്ങൾ ആരതിയുണ്ടാവാ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദരരൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത
ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.